സംസ്ഥാനത്ത് വിഷുവിനോടനുബന്ധിച്ച് പ്ലാസ്റ്റിക് കണിക്കൊന്ന ഉപയോഗിച്ചതിൽ കേസെടുത്ത മനുഷ്യാവകാശ കമ്മീഷൻ. ഈ വിഷുക്കാലത്ത് സംസ്ഥാനത്ത് വ്യാപകമായി പ്ലാസ്റ്റിക് കണിക്കൊന്ന ഉപയോഗിച്ചിരുന്നു. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കമ്മീഷൻ നോട്ടീസ് അയച്ചു. വി എസ് രഞ്ജിത്ത് നമുക്കൊപ്പം. വി എസ് രഞ്ജിത്ത്, ഗുഡ് ഈവനിംഗ്. കഴിഞ്ഞ ദിവസം നമ്മുടെ സിനോജ് തന്നെ മഞ്ഞ മാത്രമല്ല മറ്റു നിറങ്ങളിലുമൊക്കെയുള്ള പ്ലാസ്റ്റിക് കണിക്കൊന്ന ഇങ്ങനെ അവിടെയൊക്കെ തൂങ്ങിക്കിടക്കുന്നത് കാട്ടി തന്നിരുന്നു. എല്ലായിടത്തും അത് പരക്കെ ഉപയോഗിച്ചത് ശ്രദ്ധയിൽപ്പെട്ട അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ ഇടപെടൽ? സുജ, മലയാളികൾ കണി കണ്ടുണർന്നത് പ്ലാസ്റ്റിക് കണിക്കൊന്നകളായിരുന്നു എന്നുള്ളതാണ് മനുഷ്യാവകാശ കമ്മീഷന് മുമ്പിൽ വന്നിട്ടുള്ള പരാതി. ആ പരാതി വളരെ ഗൗരവത്തോടു കൂടി എടുത്തിട്ടാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുള്ളത്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. 2 ആഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ പ്ലാസ്റ്റിക്കുകൾ, അതും നിരോധിത പ്ലാസ്റ്റിക് ഐറ്റത്തിൽ പെട്ടതാണോ ഇവിടെ വിൽക്കപ്പെട്ടത്? ആ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ അത് കണിക്കൊന്നയുടെ രൂപത്തിലാണെങ്കിലും വിൽക്കപ്പെടുമ്പോൾ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അതിൻ്റെ നിയന്ത്രണം ഉണ്ടാവേണ്ടതുണ്ട്. അത്തരത്തിൽ നിയന്ത്രണമില്ലാതെ ഈ കണിക്കൊന്നകൾ വിൽക്കപ്പെട്ടുവോ എന്നൊക്കെ പരിശോധിക്കണമെന്ന അടിസ്ഥാനത്തിലാണ് പരാതി വന്നിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളോട് 2 ആഴ്ചക്കകം നോട്ടീസ് സമർപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുള്ളത്. മെയ് മാസത്തിലെ ആദ്യത്തെ സിറ്റിങ്ങിൽ തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ ഈ കേസ് പരിഗണിക്കും. അതായത് ഈ വിഷുക്കാലത്തെ പ്ലാസ്റ്റിക് കണിക്കൊന്നയുടെ ഉപയോഗം വലിയ പ്രശ്നമായി തന്നെ ഉയർത്തപ്പെടുകയാണ്. ഓക്കെ, വി എസ് രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്.